എന്തുകൊണ്ടാണ് UDFനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത്? എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ UDFനെ വിശ്വസിക്കുന്നത്? അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. AD തോമസ് MLA നമ്മളോടൊപ്പം ചേരുകയാണ്. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ ഉത്തരവിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് വളരെ പോസിറ്റീവായി കാണുന്നു. കേരളത്തിലെ പൊതുജനങ്ങൾക്കുള്ള സന്തോഷം അത് എനിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജോൽ കുര്യാക്കോസിനുമുണ്ട്. എന്തുകൊണ്ടാണ് UDFനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത്? എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ UDFനെ വിശ്വസിക്കുന്നത്? അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് കേരളത്തിലെ പൊതുജനങ്ങളോടൊപ്പം ഞങ്ങളും സന്തോഷത്തോടെ നോക്കിക്കാണുകയാണ്. ഇതിലൊരു കാര്യം, ഞങ്ങൾക്ക് കേവലമായ ഏറ്റവും ഒരു ലാത്ത് ചാർജ് അല്ല ഇതിലെ പ്രധാന വിഷയം. അഭിപ്രായം പറയുവാനും സമരം ചെയ്യുവാനും പ്രതിഷേധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട്. അതിന്മേലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായപ്പോൾ ആ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള, അഭിപ്രായം പറയുവാനുള്ള അവകാശം സംരക്ഷിക്കുവാനുള്ള ഒരു നിയമ പോരാട്ടമാണ് നടത്തിയത്. UDF സർക്കാർ അധികാരത്തിലേറിയ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഇങ്ങനെ ഒരു SIT രൂപീകരിച്ച് ഇതിനെതിരെ ഒരു അന്വേഷണം നടത്തുന്നു. ഇപ്പോൾ എല്ലാ ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച് MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നു. ഇനിയും പല നടപടികൾ വരാനുണ്ട്. UDF സർക്കാരിലും ജനം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സർക്കാർ അത് ചെയ്യും. അത് സർക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു സന്തോഷം അറിയിക്കുകയാണ്. രക്ഷാപ്രവർത്തനം എന്ന വാക്ക് പറഞ്ഞതിനെ ലഘൂകരിച്ചതിനെ ഉള്ളൊരു മറുപടി കൂടിയാണോ പൊതുസമൂഹത്തിന് സർക്കാർ നൽകിയത്? എന്താണ് സംശയം? രണ്ട് ചെറുപ്പക്കാർ ഒരു കറുത്ത കൊടി ഉയർത്തിക്കാട്ടി പ്രതിഷേധമെന്ന് മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ അവകാശം വിനിയോഗിച്ചപ്പോൾ അതിനെ തല്ലി തകർത്തതും പോരാതിരുന്നിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ ഒരു സംഭവം, അതിന് ജനം നൽകിയ വലിയൊരു തിരിച്ചടിയാണത്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടി ഉണ്ടായ ജനം നടത്തിയ ഒരു രക്ഷാപ്രവർത്തനമാണ് UDFൻ്റെ 100-ലധികം സീറ്റുകളുമായുള്ള വിജയം. എന്തായാലും പൊതുസമൂഹത്തിന് UDF സർക്കാർ നൽകിയ ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ ഒരു ഉറച്ച നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനം എന്നുള്ളതും ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നതായും അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതായും AD തോമസ് MLA വ്യക്തമാക്കുന്നു. ലേഷ് കാഞ്ഞികാവിനൊപ്പം ജോസി ബാബു, മീഡിയ 1 ആലപ്പുഴ.